പുരോഗമനവാദികളായ കർദിനാൾമാരെ കൂടി എത്തുന്നതോടെ വത്തിക്കാനിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുമെന്ന് പറയുന്നു. യൂറോപ്പ് കേന്ദ്രീകൃതമായിരുന്ന കത്തോലിക്ക സഭയുടെ ഭരണം ആഗോള തലത്തിലേക്ക് ഉയർത്തുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ പരീക്ഷണം വിജയം കണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം പി ജെയിംസ് ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പി ജെയിംസ്. ഗുഡ് മോർണിംഗ്. മാർപ്പാപ്പ എന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു? ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് അടുപ്പമുണ്ട് ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ്. ഒരുപക്ഷെ കത്തോലിക്ക സഭ പൊതുവെ ഇറ്റലി കേന്ദ്രീകൃതം അല്ലെങ്കിൽ യൂറോപ്പ് കേന്ദ്രീകൃതം ഭരണം മുഴുവൻ വത്തിക്കാൻ നടത്തുന്നത് ഇറ്റലിയിൽ നിന്നാണ്. 266 മാർപ്പാപ്പമാരാണ് കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ 266ാമത്തെ മാർപ്പാപ്പയാണ്. ഒരു ലെഗസി ഓഫ് 2000 ഇയേഴ്സ്. അതിനുള്ളിൽ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടുള്ള വിശുദ്ധ പത്രോസിനെയാണ്. വിശുദ്ധ പത്രോസ് ആയിരുന്നു ആദ്യ റോമിലെ. പക്ഷെ മറ്റ് പാരമ്പര്യങ്ങളുണ്ട് കേട്ടോ. അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ഇന്ന് ഇവിടെ വരുന്നുണ്ട്. അന്ത്യോക്യ അടക്കമുള്ള മറ്റ് പാരമ്പര്യങ്ങൾ ക്രിസ്തു സഭയിലുണ്ട്. പക്ഷെ കത്തോലിക്ക വിശ്വാസത്തിൽ റോമാണ് ഇതിൻ്റെ ഇതായിട്ട് വരുന്നത്. അപ്പോൾ വത്തിക്കാനിൽ മാർപ്പാപ്പ ഇന്ന് 21 കർദിനാളന്മാരെ വാഴിക്കുകയാണ്. അത് നോക്കിയാൽ മതി. നേരത്തെയുള്ള കർദിനാളന്മാരെ വാഴിക്കുമ്പോൾ മുഴുവൻ ഏറ്റവും കൂടുതൽ ഇറ്റലിയിൽ നിന്ന്, പിന്നെ അത് ഏതായാലും യൂറോപ്പിൽ നിന്ന്, യൂറോപ്പ് കഴിഞ്ഞിട്ടാണ് വളരെ ചുരുക്കം ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വരാറുള്ളൂ. പക്ഷെ ഇപ്പോൾ പുതിയ 21 കർദിനാൾമാർ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാർ ജോർജ് ജേക്കബ് കുവക്കാട്ട് അടക്കം 21 കർദിനാൾമാരുടെ ഇത് നോക്കിയാൽ 1, 2, 3 പേരാണ് യൂറോപ്പിൽ നിന്നുള്ളത്. അവരെല്ലാവരും വരുന്നത് പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്നാണ്. ജപ്പാനിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, ഇറാനിൽ നിന്നുണ്ട്, ഇക്വഡോറിൽ നിന്ന്, ഖാനയിൽ നിന്ന്. അതൊക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ്. ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ നിന്നൊക്കെ അടക്കം 3-ാം ലോക രാജ്യങ്ങളിൽ നിന്ന് 21 കർദിനാളന്മാർ വരുന്നു. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് 120 കർദിനാളന്മാരാണ്. 80 വയസ്സിന് താഴെയുള്ള 80 കർദിനാളന്മാരാണ്. 80 വയസ്സിന് താഴെയുള്ള 120 കർദിനാളന്മാരാണ് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മാർപ്പാപ്പ ഒരു വളരെ പ്രോഗ്രസീവായിട്ടൊരു മാർപ്പാപ്പ വരാനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കത്തോലിക്ക സഭയുടെ യാഥാസ്ഥിതിക പാരമ്പര്യത്തെ കടപുഴക്കി എറിയിച്ചുകൊണ്ടാണ് വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായിട്ട് ജെസ്യൂട്ട് സഭയിൽ നിന്ന് വരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രം തിരുത്തി കുറിക്കുന്നത്. അർജന്റീനയിൽ നിന്ന് വരുന്ന കർദിനാൾ ബൊർഗോളിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് മാറിയത്. റോമിൻ്റെ വത്തിക്കാൻ്റെ ഭരണം അറിയാവുന്ന പോലെ ലോകം മുഴുവൻ 140 കോടി കത്തോലിക്ക വിശ്വാസികളുടെ കേന്ദ്രമാണത്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലൊക്കെ മുഴുവൻ കത്തോലിക്ക വിശ്വാസികളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ ന്യൂനപക്ഷമാണ്. കാരണം അവിടെ പ്രോട്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത് അമേരിക്കയിൽ. അപ്പോൾ ഈ തരത്തിൽ ലോകത്തിലെ കത്തോലിക്ക സഭയിലെ വൻ മാറ്റത്തിന് ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഇത് മാറുന്നത്. ഈ മാർപ്പാപ്പ 2013 അധികാരത്തിൽ വന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ കർദിനാളന്മാരിൽ 80% പേരെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വയസ്സ് കഴിഞ്ഞാൽ അവർ റിട്ടയേർഡ് കർദിനാളന്മാരാണ്. സ്ഥാനം പോകുന്നില്ല. പക്ഷെ അവർക്ക് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഇതിൽ കോളേജിലെ അംഗമല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. 80 വയസ്സ് വരെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പോൾ 6 മാർപ്പാപ്പയുടെ കാലത്താണ് അങ്ങനെ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ എപ്പോഴും 120 കർദിനാളന്മാരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. അതിൽ 3-2 ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് വളരെ രഹസ്യമായിട്ടുള്ള വോട്ടെടുപ്പാണ്. ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം, സ്വന്തമായിട്ട് വോട്ട് ചെയ്യാം. പക്ഷേ 3-2 ഭൂരിപക്ഷം ആർക്ക് കിട്ടുന്നു. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച മാർപ്പാപ്പമാരുണ്ട്. ഒരുപക്ഷെ പോളണ്ടുകാരനായ ജോൺ പോൾ 2 മാർപ്പാപ്പ വന്നതോടെയാണ് ചരിത്രത്തിലാദ്യമായി ഇറ്റലി കേന്ദ്രീകൃതമായ അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം. പോളിഷ് പാവപ്പെട്ട ഒരു രാജ്യത്ത് നിന്ന് ജോൺ പോൾ 2 കവിയും നാടകകൃത്തുമൊക്കെ ആയിട്ടുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹം 2 തവണ ഇന്ത്യയിൽ വന്നു. അതിനു മുമ്പ് ഇന്ത്യയിൽ വന്ന ഒരു മാർപ്പാപ്പയുള്ളത് പോൾ 6 മാർപ്പാപ്പയാണ്. 1964 ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ ബോംബെയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഇതിന് വലിയ ഒരു പ്രാധാന്യം അതുകൊണ്ട് തന്നെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. 21 കർദിനാളന്മാർ പുതുതായിട്ട് വരുമ്പോൾ അവരെല്ലാം പുരോഗമനവാദികളായിട്ടുള്ള യാഥാസ്ഥിക പാരമ്പര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആൾക്കാരാണ്. എന്ന് മാത്രമല്ല ഈ യൂറോപ്പിൽ നിന്ന് ആഗോള തലത്തിലേക്ക് സഭയുടെ ഇത് മാറ്റുന്നു. 3-ാം ലോക രാജ്യങ്ങൾക്ക് കൂടുതൽ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നു. ഒരുപക്ഷെ 3-ാം ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു മാർപ്പാപ്പ, ഇപ്പോൾ അർജന്റീനയിൽ നിന്ന് 3-ാം ലോക രാജ്യമാണ് ലാറ്റിൻ അമേരിക്ക. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായതുപോലെ ഒരുപക്ഷെ ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നൊക്കെ ഒരു മാർപ്പാപ്പ ഉണ്ടാവാനുള്ള സാധ്യത കൂടി ഈ സമയത്ത് തുറന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും.
ഇതിനു മുൻപുള്ള മാർപ്പാപ്പ 2005 ബെനഡിക്റ്റ് 16 സ്ഥാനമേറ്റത്. പ്രത്യേകിച്ച് ജോൺ പോൾ 2 മാർപ്പാപ്പ കാലം ചെയ്തപ്പോഴാണ് ആ മാർപ്പാപ്പ വന്നത്. സാധാരണ മാർപ്പാപ്പമാർ വിരമിക്കാറില്ല, അവർ കാലം ചെയ്യുമ്പോഴാണ് പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ചരിത്രത്തിൽ 8-ാം നൂറ്റാണ്ടിന് ശേഷം ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് സ്ഥാനമൊഴിക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ കത്തോലിക്ക സഭ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു. അഴിമതിയുടെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മാർപ്പാപ്പ സ്വയം അത് ത്യജിക്കാൻ തയ്യാറാവുകയായിരുന്നു. പക്ഷെ വളരെ ബോൾഡായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. കാരണം ജെസ്യൂട്ട് പാരമ്പര്യത്തിൽ നിന്ന് അങ്ങനെ മാർപ്പാപ്പമാർ ഇതുവരെ ഉണ്ടായിട്ടില്ല 2000 വർഷത്തെ ചരിത്രത്തിൽ. ജെസ്യൂട്ടുകൾ ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയൊക്കെ ആൾക്കാരായിട്ടാണ് അറിയപ്പെടുന്നത്. അവർ തിങ്ക് ടാങ്കാണ് കത്തോലിക്ക സഭയിൽ. ആ മാർപ്പാപ്പ വന്നതിന് ശേഷമാണ് അദ്ദേഹം തന്നെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. യാഥാസിക പാരമ്പര്യത്തെ മുഴുവൻ തൂത്തെറിഞ്ഞു കൊണ്ടുവന്ന മാർപ്പാപ്പ ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ വലിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. SKN. ഓക്കെ, യഥാർത്ഥത്തിൽ PP ജെയിംസ് ഈ അവസരത്തിലൊന്ന് അവിടെ വരെ പോകേണ്ടിയിരുന്നു. അല്ല, കുഴപ്പമില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുമല്ലോ, ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കും. ഓക്കെ, താങ്ക് യു PP ജെയിംസ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 37 മിനിറ്റും 2 സെക്കൻഡും.